നിയമസഭയിൽ കൊമ്പ് കോർത്ത പ്രതിപക്ഷ നേതാവും മന്ത്രിമാരെ തുടർച്ചയായി പരിഹസിക്കുന്നതായി മന്ത്രി എം പി രാജേഷ് വിമർശിച്ചു. എക്സൈസ് വകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം മന്ത്രി തന്നെ ടാർഗറ്റ് ചെയ്യുന്നതായി വി ഡി സതീശൻ ആരോപിച്ചു. വാക്പോര് മൂർച്ഛിച്ചതോടെ സ്പീക്കർ ഇടപെട്ടാണ് തർക്കം തീർത്തത്. നിയമസഭയിൽ മന്ത്രിമാരെ പ്രതിപക്ഷ നേതാവ് അപമാനിക്കുന്നതായി പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷാണ് ചൂണ്ടിക്കാട്ടിയത്. മന്ത്രിമാരോട് പ്രതിപക്ഷ നേതാവിന് പുച്ഛമാണെന്നും മന്ത്രി വിമർശിച്ചു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലായിരുന്നു മന്ത്രിയുടെ വിമർശനം. പ്രതിപക്ഷ നേതാവിനോട് അങ്ങേയറ്റത്തെ ആദരവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ആദരവ് നിഷേധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ദുരുപയോഗിക്കുന്ന തരത്തിൽ അദ്ദേഹം പലപ്പോഴും പെരുമാറുന്നു എന്നത് ഖേദത്തോടു കൂടി പറയേണ്ടി വരികയാണ്. സഭയിൽ തിരിച്ചെത്തിയ പ്രതിപക്ഷ നേതാവ് മന്ത്രി എം പി രാജേഷിനെ കടന്നാക്രമിച്ചു. പാർലമെന്ററി കാര്യമന്ത്രി അല്ല സ്പീക്കർ, അദ്ദേഹം മുൻ സ്പീക്കറാണ്. അദ്ദേഹം കുറച്ചു ദിവസമായിട്ട് സ്പീക്കറാകാൻ ശ്രമിക്കുക. പാർലമെന്ററി കാര്യമന്ത്രി സ്പീക്കറായി പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ വരണ്ട. പ്രതിപക്ഷ നേതാവിനെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചില്ലെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ മറുപടി. അത് അദ്ദേഹത്തെ ചെറുതാക്കാനോ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ ഒന്നും വേണ്ടിയല്ല. ഇന്നലെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ പരസ്പരം വഴങ്ങുകയും സംവാദത്തിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. മന്ത്രി എം പി രാജേഷ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സാർ, നേരത്തെ ഇങ്ങനെ അദ്ദേഹം പറയാറില്ല. ഞങ്ങൾ എക്സൈസ് വകുപ്പിനെതിരായുള്ള അഴിമതി ആരോപണം കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹം വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്ത് ഇത് പറയുന്നത്. വാക്പോര് പരിധിവിട്ടതോടെ സ്പീക്കർ ഇടപെട്ടു. സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം എല്ലാം ക്ഷമിച്ച് വാദപ്രതിവാദം അവസാനിപ്പിക്കാനായിരുന്നു നിർദ്ദേശം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.